അയാൾ തിരുത്തി ജീവിച്ചാൽ ഏറ്റവും നല്ലവനാണ് എന്നാണ്. ഏറ്റവും നല്ലവനാണ്. കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കിയതോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോ അവന്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് എനിക്ക് ടി വിയിൽ കണ്ടിട്ടുള്ളവരെ എനിക്ക് നേരിട്ട് പരിചയം എന്നുള്ളതാണ്. ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷ, ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ ഒരു രീതികളും കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി. അവന്റെ ജീവിതത്തിൽ അവനൊരു അബദ്ധം പറ്റി, ആ അബദ്ധത്തെ ശ്രമിക്കാനും അത് തിരുത്താനും അവനൊരു അവസരമുണ്ട്. ഒരബദ്ധം പറ്റിപ്പോയി, നീ ഒരു കഞ്ചാവടിക്കാരനല്ലേ എന്ന് ചോദിക്കുന്നു. ഒരബദ്ധം നമ്മളെ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഒരാൾ തെറ്റ് തിരുത്താൻ തയ്യാറായാൽ, തൻ്റെ തെറ്റ് ഏറ്റു പറയാൻ തയ്യാറായാൽ അദ്ദേഹത്തെ വീണ്ടും ആ തെറ്റിനെ വെച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നത് റാപ്പറായ വേടൻ്റെ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ്. ലഹരി കേസിലാണ് വേടനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് പരസ്യമായിട്ട് വേടൻ പറയുകയും ചെയ്തു, തനിക്ക് തെറ്റുപറ്റി, അത് തിരുത്താൻ താൻ ശ്രമിക്കുമെന്ന്. എന്നിട്ടും വേടനെതിരെ വീണ്ടും ആക്രമണമായിരുന്നു സൈബറിൻ്റെ. അതിനെക്കുറിച്ചാണ് ഇവിടെ മന്ത്രി KB ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ആ കുട്ടിയെ അറിയത്തില്ല, പക്ഷേ ആ കുട്ടി തെറ്റ് തിരുത്താമെന്നും തെറ്റ് ഏറ്റു പറയുകയും ചെയ്തു. എന്നിട്ടും വീണ്ടും ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. KB ഗണേഷ് കുമാറിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അത് തിരുത്താനും അവനൊരു അവസരമുണ്ട്. ഒരബദ്ധം പറ്റിപ്പോയി, നീ ഒരു കഞ്ചാവടിക്കാരനല്ലേ എന്ന് ചോദിക്കുന്നു. ഒരബദ്ധം നമ്മളെ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നടത്തുവാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ബഹുമാന്യ ഉസ്താദ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ വരുന്ന വിശ്വാസികളോട് മയക്കുമരുന്നിനെതിരെ സംസാരിക്കാനൊരു അവസരം. നമ്മുടെ പള്ളിയിലെ ഫാദറിന് പള്ളിയിൽ വരുന്നവരോട് ഞായറാഴ്ച ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ മയക്കുമരുന്നിനെതിരെ എടുക്കേണ്ട നിലപാടുകളെ കുറിച്ച് പറയാനൊരു അവസരമുണ്ട്. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ ആചാര്യനോ പൂജാരിക്കോ അത്തരത്തിലുള്ള സന്ദേശം കൊടുക്കാൻ കഴിയുകയില്ല. അന്നൊരു സാഹചര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് മാതിരിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഒരു വിപത്താണ് മയക്കുമരുന്ന്. ബഹുമാനായ രാജേഷ് സാറിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ പെൺകുട്ടികൾ ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, നമ്മളെ ഈ പ്രദേശത്ത് അയാൾ തിരുത്തി ജീവിച്ചാൽ ഏറ്റവും നല്ലവനാണ് എന്നാണ്. ഏറ്റവും നല്ലവനാണ്. കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കിയതോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോ അവന്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് എനിക്ക് ടി വിയിൽ കണ്ടിട്ടുള്ളവരെ എനിക്ക് നേരിട്ട് പരിചയം എന്നുള്ളതാണ്. ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷ, ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ ഒരു രീതികളും കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി. അവന്റെ ജീവിതത്തിൽ അവനൊരു അബദ്ധം പറ്റി, ആ അബദ്ധത്തെ ശ്രമിക്കാനും അത് തിരുത്താനും അവനൊരു അവസരമുണ്ട്. ഒരബദ്ധം പറ്റിപ്പോയി, നീ ഒരു കഞ്ചാവടിക്കാരനല്ലേ എന്ന് ചോദിക്കുന്നു. ഒരബദ്ധം നമ്മളെ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നാണ്. നമ്മൾ ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ പറഞ്ഞത്. അങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ല. അധ്യാപകനെ ലഹരി അടിച്ചുകൊണ്ട് നല്ല ചീത്ത പറയണം. അപ്പൊ കുറെ ആൾക്കാർ പറയണം, അധ്യാപകനെ ചീത്ത വിളിച്ച് അവനെ ചേർത്ത് നിർത്തും. അവനെ ചേർത്ത് നിർത്തല്ല, അവനെ ശാസിച്ച് മര്യാദ നിർത്താന്ന് പറഞ്ഞു. അതിനൊന്നും ഞാൻ ചോദിക്കും, ഞാനൊരു പിന്തിരിപ്പൻ നാട്ടമ്പുറത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ സ്നേഹത്തോടൊരു സമീപനം വേണം, അവരെ മേലൊരു നോട്ടമാണ്. ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ രാജേഷ് സാറിനും അതുപോലെ നമ്മുടെ CA ഉണ്ട്, ബിജു ഉണ്ട്, എക്സൈസ് സർക്കിൾസ്, അവരൊക്കെ അനുഭവങ്ങൾ ഒരുപാട് പറയാനാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനാണ്. ആ നിർദ്ദേശങ്ങൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും മാത്രമല്ല, നമ്മളിത് മറ്റുള്ളവർ കൂടി പകർന്നു കൊടുത്തു. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ലഹരിയുടെ ദൂഷിത വലയത്തിൽ പെടാതിരിക്കാൻ നമ്മൾ കരുതുക എന്നുള്ളതാണ്. ആ കരുതലിന്റെ ആദ്യത്തെ കാര്യം എന്താണ്? കയ്യിലുള്ള അമ്മമാരും അച്ഛന്മാരും എല്ലാം കയ്യിലുള്ള പൈസ, സ്വർണം, ഇതെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക, കൂട്ടിവെക്കുക. അപ്പൊ പണം ലഭ്യമല്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പണം കൊടുക്കുമ്പോൾ വളരെ എല്ലാവരും ബുക്ക് വാങ്ങിക്കാം. ശരി, അമ്മ ഒന്ന് ബുക്ക് വാങ്ങിച്ചു തരാം, എത്ര ബുക്ക് വേണം, വരയിട്ട് എത്ര വരയില്ലാത്ത വാങ്ങിച്ചു കൊടുക്കുക. പേന വേണം, അമ്മ പൈസ ഒരു ചെറിയ തുകയിൽ കൂടുതൽ പൈസയിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ അറിയാൻ കൊടുക്കുന്നു. അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ രക്ഷിതാക്കൾ തന്നെ പോയി വാങ്ങിക്കുന്നു.